ശ്രീ ജയരാജൻ, പക്ഷേ ഇതിൽ മറ്റൊരു പ്രശ്നമുണ്ട്. താങ്കൾ നിയമസഭാംഗമായി ദീർഘകാലം പ്രവർത്തിച്ച ഒരു അനുഭവം കൂടിയുള്ള നേതാവാണല്ലോ. സാധാരണ ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രപതി ഒപ്പുവെച്ച ആ വിവരം രാജ്ഭവനിലേക്ക് വന്നാൽ അത് സർക്കാരിനെ അറിയിക്കുക എന്നുള്ളതാണ് രീതി. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ ചെയ്തത് നേരെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയാണ്. ആ വാർത്താക്കുറിപ്പിൽ 7 ബില്ലുകളുടെയും സ്റ്റാറ്റസിനെ കുറിച്ച് പറഞ്ഞു. ഇതല്ല ഒരെണ്ണമല്ലേ ഒപ്പുവെച്ചുള്ളൂ എന്ന അദ്ദേഹത്തിൻ്റെ ആശ്വാസം വാർത്താക്കുറിപ്പിൽ പ്രതിഫലിക്കുമ്പോൾ മാധ്യമങ്ങളത് സർക്കാരിന് തിരിച്ചടി, 7-ൽ 1 ഒപ്പിട്ടുള്ളൂ എന്ന നിലയിലേക്ക് അത് സർക്കാരിന് തിരിച്ചടി എന്ന മാധ്യമ വാർത്തയായി അത് മാറുന്നു. മറ്റു 3 രാഷ്ട്രപതി തടഞ്ഞു വച്ചിരിക്കുന്നു എന്ന് വാർത്താക്കുറിപ്പിലൂടെ പറയുന്നു. മറ്റ് 3 ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലാണെന്ന് പറയുന്നു. സാധാരണ നിലയ്ക്ക് ഗവർണർ ചെയ്യേണ്ടത് ഇത് സർക്കാരിനെ അറിയിക്കുക, സർക്കാർ അതിൻ്റേതായ അടിസ്ഥാനത്തിൽ പ്രവർത്തികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. AG അറിയിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഏർപ്പാടുകളുണ്ടല്ലോ. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടെങ്കിലും എങ്ങനെയൊക്കെയാണ് ഓരോ സാഹചര്യത്തിലും അദ്ദേഹം പെരുമാറുന്നത്? ആ പെരുമാറ്റത്തിനിടയിലും ഇത് അദ്ദേഹത്തിനൊരു നല്ല തിരിച്ചടിയാണോ? ഇവിടെ ഞാൻ ആദ്യം പറയുന്നത്, ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീ ഹെൻറി ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം യഥാർത്ഥത്തിൽ ഈ പ്രേക്ഷകരായിട്ടുള്ള ആളുകളൊക്കെ അമ്പരക്കുന്നുണ്ടാവും. ഈ ഇടതുപക്ഷത്തോടുള്ള വിരോധം മൂത്ത് കേരളത്തിലെ കോൺഗ്രസ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നിയമനിർമ്മാണത്തിന് പരമാധികാരമുള്ളൊരു സഭയാണ് കേരളത്തിലുള്ളത്, നിയമസഭ. ആ നിയമസഭയിൽ ഭരണപക്ഷമുണ്ട്, പ്രതിപക്ഷമുണ്ട്. ഞാൻ 10 വർഷം MLA എന്ന നിലക്ക് നിയമനിർമ്മാണ അവസരത്തിലൊക്കെ കുറേശ്ശെ പങ്കെടുത്ത ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഭേദഗതികൾ കൊടുക്കും, ഭേദഗതികൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നതെങ്കിൽ തള്ളപ്പെടും. അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയാൽ ആ നിയമത്തിന് പരമാധികാരമുണ്ടോ എന്ന ചോദ്യമാണ് ഞാൻ കോൺഗ്രസ് പ്രതിനിധിയുടെ മുമ്പാകെ ചോദിക്കുന്നത്. അപ്പോൾ നിയമസഭ ഒരു നിയമം പാസ്സാക്കുക, ആ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള നിയമം ഗവർണറുടെ അംഗീകാരത്തിന് കൊടുക്കുക. ഗവർണർ രാഷ്ട്രീയ കോമാളിയായിട്ട് സംഘപരിവാർ ശക്തികളുടെ ആജ്ഞാനുവർത്തിയായിട്ട് പ്രവർത്തിക്കുന്നതിന് ഒരു ഉദാഹരണമല്ല, നിരവധി ഉദാഹരണങ്ങൾ, തുടർച്ചയായിട്ടുള്ള ഉദാഹരണങ്ങൾ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരിഹസിച്ചതുപോലെ അദ്ദേഹത്തിന് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ 1.5 മിനിറ്റ് മാത്രമേ ചെലവഴിക്കാൻ കഴിയുള്ളൂ എങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ജനകീയമായിട്ടുള്ള പ്രതിഷേധം വിദ്യാർത്ഥികൾ പ്രകടിപ്പിച്ചപ്പോൾ, കരിങ്കൊടി പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് 1.5 മണിക്കൂർ നേരം വെയിലത്തിരിക്കാനുള്ള സന്നദ്ധതയുണ്ട്. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ കോമാളി വേഷം സംഘപരിവാർ ശക്തിക്കു വേണ്ടി കേരളത്തിൽ ആടുന്ന ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് എന്താണ് കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് അഭിപ്രായം? അത് പറയണ്ടേ? അപ്പോൾ ഒന്ന്, നിയമസഭയുടെ പരമാധികാരം അംഗീകരിക്കണം. ആ പരമാധികാരം അനുസരിച്ച് പാസ്സാക്കപ്പെട്ട ഒരു നിയമത്തിന് ഗവർണർ തടയിടുന്നു. 1 വർഷത്തോളം അദ്ദേഹം കാത്തു നിൽക്കുന്നു. കോടതിയിൽ ഗവർണറുടെ ഈ അധികാര ദുർവിനിയോഗത്തിനെതിരായിട്ട്, ഇല്ലാത്ത അധികാര പ്രയോഗത്തിനെതിരായിട്ട് കേരളം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ച ഘട്ടത്തിൽ അതൊക്കെ രാഷ്ട്രപതിക്ക് അയക്കുന്നു. പരിഹാസ്യമല്ലേ? ഇതിനൊക്കെ അനുകൂലിക്കുന്നതിന് വേണ്ടി ഉള്ള പരിഹാസ്യമായിട്ടുള്ള നിലപാടിലേക്കല്ലേ കേരളത്തിലെ കോൺഗ്രസ് എത്തുന്നത്? ഇവിടെ ഞാൻ ചോദിക്കുന്ന വേറൊരു ചോദ്യം, നമ്മുടെ സംസ്ഥാനത്ത് BJPയും CPMഉം അല്ലെങ്കിൽ BJPയും LDFും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്നൊക്കെയാണ് കോൺഗ്രസ്സുകാരിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 8-ാം തീയതി ഡൽഹിയിൽ കണ്ടിട്ടുള്ള ഒരു ചിത്രമുണ്ട് ഹെൻറി. ആ ഡൽഹിയിൽ കണ്ടിട്ടുള്ള ചിത്രം ധനപരമായ ഫെഡറലിസത്തിനെതിരായിട്ട് കടന്നാക്രമണം നടത്തുന്ന, സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളില്ലായ്മ ചെയ്യുന്ന, സംസ്ഥാനത്തിന് അർഹമായിട്ടുള്ള നികുതി വിഹിതം കിട്ടാത്ത, പൊതുകടം എടുക്കുന്നതിൽ സംസ്ഥാനത്തിന് അവകാശം കൊടുക്കാത്ത കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെതിരായിട്ട് മോദിയുടെ മൂക്കിന് മുമ്പിൽ സമരം നടത്തിയ ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLAമാരുമാണ് ഈ കേരളത്തിലുള്ളത്. അതിൽ പങ്കെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവിനോടും ഉപനേതാവിനോടും പറഞ്ഞല്ലോ. പങ്കെടുത്തോ? നിങ്ങൾ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്? കേരളത്തിൻ്റെ താല്പര്യമാണോ? കൗതുകരമായിട്ടുള്ള കാര്യം, തലേ ദിവസം ഇതേ തത്വപരമായിട്ടുള്ള കാര്യം, അതായത് സംസ്ഥാനത്തിൻ്റെ ധനപരമായിട്ടുള്ള അവകാശങ്ങൾക്ക് നേരെ കേന്ദ്രം നടത്തുന്ന കടന്നാക്രമണങ്ങൾക്കും അവഗണനക്കുമെതിരായിട്ട് കർണാടകത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ പോയിട്ട് സമരം നടത്തിയല്ലോ. ഇതേ ആവശ്യമാണ്, കേരളം ഉന്നയിച്ച ആവശ്യമാണ്. അപ്പോൾ കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ്റിന് മോദിയുമായിട്ട് സമരസപ്പെടാൻ കഴിയാതെ സമരം നടത്തുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മോദിയുമായിട്ട് സമരം നടത്തുന്നു. അതിനോട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിലപാടെന്താ?
അത് BJPക്ക് അനുകൂലമാണ്. അപ്പോൾ അന്തർധാര കേരളത്തിലെ BJPയും കോൺഗ്രസും തമ്മിലാണ്, അതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ KPCC പ്രസിഡന്റ് ശ്രീ സുധാകരൻ പരസ്യമായി പറഞ്ഞത് ദശകങ്ങൾക്ക് മുമ്പല്ല, ഈ അടുത്താണ് പറഞ്ഞത്. ഇന്ത്യ രാജ്യത്തുടനീളം RSS എന്ന് പറയുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള ശക്തി ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട്, കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട്, സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾക്കെതിരായിട്ട്, സർക്കാർ വിരുദ്ധമായിട്ട് പ്രതികരണം നടത്തുന്ന ആളുകൾക്കെതിരായിട്ട് വലിയ നിലക്ക് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കടന്നാക്രമണങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ ഇവിടെ ജനാധിപത്യം സംരക്ഷിക്കാൻ, മതനിരപേക്ഷ സംരക്ഷിക്കാൻ വേണ്ടി പൊരുതുന്ന കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു അന്തർധാര നേരത്തെ KPCC പ്രസിഡന്റ് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? RSSൻ്റെ ശാഖകൾക്ക് സംരക്ഷണം കൊടുക്കാൻ എൻ്റെ കുട്ടികൾ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള KPCC പ്രസിഡന്റ് വിജയദശമി ദിനത്തിൽ RSSൻ്റെ ശാഖയിൽ പോയിട്ട് അവിടെ ഗുരുജി ഗോൾവാൾക്കറുടെ ഫോട്ടോവിന് മുമ്പിൽ വിളക്ക് കത്തിച്ച പ്രതിപക്ഷ നേതാവ്. അന്തർധാര വ്യക്തമാണല്ലോ. ഇവിടെ ഒരിക്കലും RSSുമായിട്ടോ സംഘപരിവാർ ശക്തികളുമായിട്ടോ ഇടതുപക്ഷമോ CPMോ യാതൊരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ല എന്ന കാര്യം സമൂഹത്തിന് നന്നായിട്ടറിയാം. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം, ഇടതുപക്ഷ വിരോധം മൂത്തിട്ട് മോദി സർക്കാരിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നു എന്ന് മാത്രമല്ല, കേരളത്തിലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പറയുന്ന കാര്യം കുറച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് പറയും. അതോടൊപ്പം KPCC പ്രസിഡന്റ് പറയും. അന്തർധാര ആരുടേതാണെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ താല്പര്യം, വിശാലമായിട്ടുള്ള ഇന്ത്യയുടെ താല്പര്യം, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാട്, ആ നിലപാട് കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കണം. ഇന്നുള്ള നിലപാട് തിരുത്തണം. അത് ഈ കേരളത്തിലെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. അത് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്കൊപ്പം കേരളത്തിലെ ചില മാധ്യമങ്ങളുണ്ട് എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും അതിനോടൊപ്പമല്ല ജനങ്ങൾ എന്ന് പ്രഖ്യാപനം ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് നാടിനു വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി, വിശാലമായിട്ടുള്ള ഐക്യത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി കോൺഗ്രസ് ഇപ്പോൾ എടുക്കുന്ന നിഷേധ നിലപാട് തിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.